السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين ومن سن بسنته إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം വളരെ സംക്ഷിപ്തമായി വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മീഇയ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ അവസാനമായി നമ്മൾ വായിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുന്നതും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിൻ്റെ കൂടെ ഷാമിലേക്ക് യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ യാത്രയിൽ ബഹീറ എന്ന പുരോഹിതനുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അതും നമ്മൾ സംസാരിക്കുകയുണ്ടായി. ശേഷം ഈ കവിതയിൽ ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അടുത്ത വരികൾ ശ്രദ്ധിക്കാം. وسار نحو الشام أشرف الورى في عام 25 ذكرا لأمنا خديجة متجرا وعاد فيه رابحا مستبشرا. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നുബുവത്തിന് മുമ്പ് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അദ്ദേഹം ഈ വരികളിലൂടെ പറയുന്നത്. അതെന്താണ്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യനായിട്ടുള്ള മൈസറ എന്ന വ്യക്തിയോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്ക് പോകുന്ന സംഭവമാണ്. ആ വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: വസാറ നഹ്വ അശ്ശാമി അഷ്റഫുൽ വറ. വസാറ പോയി, യാത്ര പോയി. നഹ്വ അശ്ശാം ഷാമിലേക്ക്. അഷ്റഫുൽ വറ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് യാത്ര പോയി. ഫി ആമി 25 ذكറ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിലാണ്. ലി ഉമ്മിന ഖദീജത്തിൻ മുത്തജിറ. എന്തിനു വേണ്ടിയാണ് പോയത്? നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടി മുത്തജിറൻ കച്ചവടക്കാരനായിക്കൊണ്ടാണ് ഷാമിലേക്ക് പോയിട്ടുള്ളത്. വആദ ഫീഹി. ആ വർഷത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്ത് തിരിച്ചു മടങ്ങി വന്നു. റാബിഹൻ മുസ്തബ്ഷിറ. കച്ചവടത്തിൽ ലാഭം നേടി സന്തോഷവാനായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നു എന്നാണ്. അപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാമിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഏതാനും ചില വരികളിൽ വായിച്ചിട്ടുള്ള കാര്യമാണ്. അബൂ താലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് ഒരു യാത്ര പോയിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷാമിലേക്കുള്ള രണ്ടാമത്തെ യാത്രയാണ്. 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് യാത്ര പോയിട്ടുള്ളത്. ഈ യാത്ര എന്തിനു വേണ്ടിയാണ്? ഇതും കച്ചവടാവശ്യാർത്ഥമുള്ള യാത്രയാണ്.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിൽ നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവടത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി കച്ചവടം ചെയ്യാൻ ഷാമിലേക്ക് പോയിട്ടുള്ളതാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ വളരെ അറിയപ്പെട്ട ധനികയായ ഒരു സ്ത്രീയായിരുന്നു. അവർ അവരുടെ കച്ചവട ആവശ്യാർത്ഥം പല സ്ഥലങ്ങളിലേക്ക് ആളുകളെ കച്ചവട ആവശ്യാർത്ഥം അയക്കാറുണ്ടായിരുന്നു, അവരുടെ സമ്പത്തിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആര് കേൾക്കുകയാണ്? ഖദീജ റളിയല്ലാഹു അൻഹ അവർ കേൾക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവിടുത്തെ ഉന്നതമായ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത, സത്യസന്ധത, അങ്ങനെയുള്ള സൽഗുണങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ കേൾക്കാനിടയായി. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ കച്ചവടാവശ്യാർത്ഥം തനിക്ക് വേണ്ടി പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളയച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടത് ആവശ്യപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതം മൂടുകയും ചെയ്തു. അങ്ങനെയാണ് ഷാമിലേക്ക് പോകുന്നത്. അങ്ങനെ യാത്ര പോകുന്നത് ആരുടെ കൂടെയാണ്? ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടത്തിന് വേണ്ടി പോയിട്ടില്ല. പോകുന്നത് ആരാണ്? മൈസറ എന്ന ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യന്റെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്നത്. ശേഷം അദ്ദേഹം പറയുന്നു, فكان فيه عقده عليها وبعده إفضاؤه إليها. ആ യാത്രയിൽ മൈസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റ രീതികൾ, ഏറ്റവും ഉത്കൃഷ്ടമായ പെരുമാറ്റ രീതികളെല്ലാം കാണുകയും ഈ കാര്യം മക്കയിലേക്ക് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ഉടമസ്ഥയായ ഖദീജ റളിയല്ലാഹു അൻഹയോട് മൈസറ പറഞ്ഞു കൊടുത്തു. എല്ലാ കാര്യങ്ങളും, അവിടുത്തെ പെരുമാറ്റവും ഉത്തമ സ്വഭാവവും എല്ലാം ഖദീജ റളിയല്ലാഹു അൻഹക്ക് പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായി. അതാണ് ശേഷം പറയുന്നത്, ഫകാന ഫീഹി അഖ്ദുഹു അലൈഹ. ആ വർഷത്തിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജയുമായുള്ള വിവാഹം ഉണ്ടായിട്ടുള്ളത്. വബഅദഹു, അതിനുശേഷം ഇഫ്ദാഉഹു ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ യാത്രക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഒരു കച്ചവടാവശ്യാർത്ഥമുള്ള ഒരു ബന്ധമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അതെന്തിലേക്ക് മാറി? വൈവാഹിക ബന്ധത്തിലേക്ക്, കുടുംബ ബന്ധത്തിലേക്ക് മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സീറ പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ثم خرج ثانيا إلى الشام في تجارة لخديجة بنت خويلد رضي الله عنها مع غلامها ميسرة على سبيل القراض. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് യാത്ര പോയത് ഖദീജ ബിൻത് ഖുവൈലിദ്, അതാണ് അവരുടെ പൂർണ്ണമായ പേര്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് വേണ്ടി കച്ചവടത്തിന് വേണ്ടിയാണ് മൈസറയുടെ കൂടെ. ഫറഅ മൈസറ മാ ബഹറഹു മിൻ ശഅനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അത്ഭുതകരമായ സംഭവങ്ങളും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളും ശ്രേഷ്ഠകരമായ പെരുമാറ്റ രീതികളും എല്ലാം കണ്ടപ്പോൾ ഫറജഅ, അങ്ങനെ
കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഫഅഖ്ബറ സയ്യിദതഹു ബിമാ റഅ, അദ്ദേഹം കണ്ട കാര്യങ്ങൾ ഖദീജയോട് റളിയല്ലാഹു അൻഹ അവരോട് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തു. ഫറഗിബത് ഇലൈഹി അൻ യതസവ്വജഹ, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിക്കാൻ ആര് താല്പര്യപ്പെടുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹ താല്പര്യപ്പെടുന്നത്. ഫതസവ്വജഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നു. വലഹു 25 സന, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം എത്രയാണ്? ചരിത്ര ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഖദീജ റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് 40 വയസ്സായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാം വളരെ മഷ്ഹൂറായിട്ടുള്ള ഒരു അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. 40 വയസ്സല്ല, അതിന് താഴെയുള്ള വയസ്സാണ്, 28 അല്ല അതിനും മുകളിലാണ്, 40 കുറവാണ് എന്ന അഭിപ്രായമൊക്കെ ചില പണ്ഡിതന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മഷ്ഹൂറായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം എന്നുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹക്ക് ആ സമയത്ത് 40 വയസ്സാണ് എന്നുള്ളതാണ്. വല്ലാഹു അലം. നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ, അവർക്ക് ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് സവിശേഷതകളുമുള്ള ഒരു വ്യക്തിത്വമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ ശ്രേഷ്ഠതയായി ഏറ്റവും ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഭാര്യയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ അവർ ഭാര്യയായിരിക്കെ മരണപ്പെടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെല്ലാവരും, ഇബ്രാഹിം ഒഴികെയുള്ള മക്കളെല്ലാവരും ആരിൽ നിന്നുള്ള മക്കളാണ്? ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള മക്കളാണ്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത പറയുന്ന ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജ, എനിക്ക് ഖദീജയോടുണ്ടായതുപോലെയുള്ള ഒരു രോഷം മറ്റൊരു സ്ത്രീയോടും ഉണ്ടായിട്ടില്ല. വമാ റഅയ്തുഹ, ഞാൻ ഖദീജയെ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ഖദീജയെ കണ്ടിട്ടില്ല റളിയല്ലാഹു അൻഹ. അങ്ങനെ പ്രത്യേകിച്ച് രോഷം വരാൻ, ദേഷ്യം വരാൻ ഞാൻ ഖദീജയെ കണ്ടിട്ടൊന്നുമില്ല. വലാകിൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഖദീജയെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. വറുബ്ബമാ ദബഹ അശ്ശാഹ്, ചിലപ്പോഴൊക്കെ ആടിനറക്കുകയും സുമ്മ യുഖത്തിഉഹാ അഅദാഅൻ, എന്നിട്ടത് കഷ്ണാക്കും. സുമ്മ യബ്അസുഹാ ഫി സദാഇഖി ഖദീജ, എന്നിട്ട് ഖദീജയുടെ കൂട്ടുകാരികൾക്കത് കൊടുത്തയക്കും. ഫറുബ്ബമാ ഖുൽതു ലഹു, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, കാന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, ഭൂമിയിൽ ഖദീജ അല്ലാതെ മറ്റൊരു പെണ്ണും ഇല്ലാത്ത പോലെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലേ. അത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നഹാ കാനത് വകാനത്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ കാര്യം പറയുമ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഖദീജയുടെ ശ്രേഷ്ഠതകൾ എടുത്തു പറയാം. ഇന്നഹാ കാനത് വകാനത്, അവർ അങ്ങനെയുള്ളവരായിരുന്നു, ആ സ്ത്രീ അങ്ങനെയുള്ളവരായിരുന്നു, ഇങ്ങനെയുള്ളതായിരുന്നു, അവർക്ക് അങ്ങനെയുണ്ട്, ഗുണങ്ങൾ എടുത്തു പറയുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന ലീ മിൻഹാ വലദുൻ, ആ ഖദീജയിൽ നിന്നാണ് എനിക്ക് മക്കളുണ്ടായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും ഇഷ്ടമായിരുന്നു ആരെ? ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയെ കുറിച്ച് പറയുകയും അവരോടുള്ള ആ ഒരു സ്നേഹബന്ധം മരണത്തിന് ശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. എങ്ങനെ?
ആട്ടിനർത്താൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചങ്ങായിമാർക്ക്, കൂട്ടുകാരികൾക്ക് അത് കൊടുത്തയക്കും. അത്രയും സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നു, അതാ ജിബ്രീലു അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദിഹി ഖദീജ ഖദ് അതത് മഅഹാ ഇനാഉൻ ഫീഹി ഇദാമുൻ. ഇദാ ഖദീജ വന്നിരിക്കുന്നു. ജിബ്രീൽ പറയാണ് അലൈഹിസ്സലാം, ഇദാ ഖദീജ വന്നിരിക്കുന്നു, അവരുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, അതിൽ കറിയുണ്ട്, ഒരു കറിപ്പാത്രവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഔ തആമുൻ ഔ ശറാബുൻ, അല്ലെങ്കിൽ എന്തോ കുടിക്കാനുള്ളതോ കഴിക്കാനുള്ളതോ ആയ സംഗതി ആ പാത്രത്തിലുണ്ട്. ഒരു പാത്രവുമായിട്ടാണ് ഖദീജ വന്നിരിക്കുന്നത്. ഫഇദാ ഹിയ അതത്ക, താങ്കളുടെ അടുക്കൽ അവർ വന്നു കഴിഞ്ഞാൽ ഫഖറ അലൈഹിസ്സലാം, താങ്കൾ അവരോട് സലാം പറയണം. ആരാ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖദീജ താങ്കളുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നബിയെ, ഫഖറ അലൈഹിസ്സലാമ മിൻ റബ്ബിഹാ വ മിന്നി, റബ്ബിൽ നിന്നും എന്നിൽ നിന്നുള്ള സലാം അറിയിക്കണം ഖദീജ റളിയല്ലാഹു അൻഹയോട്. വബശ്ശിർഹാ, മാത്രമല്ല അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വീടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്തയും അറിയിക്കണം. ഇത് മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരു ശ്രേഷ്ഠതയാണ്. സ്വർഗ്ഗത്തിലൊരു ഭവനം ഉണ്ട് എന്ന സന്തോഷ വാർത്ത അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൂർണ്ണമായ പേര് ഖദീജ ബിൻത് ഖുവൈലിദ് ഇബ്നു അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ ഇബ്നു ഖുസൈ. ഖുസൈ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ കുടുംബ പരമ്പര നോക്കിയാൽ പിതാമഹന്മാരിൽ ഒരാളാണ് ആര്? ഖുസൈ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാമഹന്മാരിലും ആരുണ്ട്? ഖുസൈ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയുമായി ഖദീജയുടെ കുടുംബ പരമ്പര യോജിക്കുന്നുണ്ട്. എവിടെ? ഖുസൈ എന്ന പിതാമഹനിൽ ഇരുവരുടെയും കുടുംബ പരമ്പര യോജിക്കുന്നുണ്ട്. ഇതാണ് ഖദീജ റളിയല്ലാഹു അൻഹയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം. ശേഷം അദ്ദേഹം പറയുന്നു അടുത്ത വരികൾ, വവുൽദുഹു മിൻഹാ ഖലാ ഇബ്രാഹിം ഫൽഅവ്വലുൽ ഖാസിം ഹാസ തക്രീം وزينب رقية وفاطمة وأم كلثوم لهن خاتمة والطاهر الطيب عبد الله وقيل كل اسم لفرد زاهي والكل في حياته ذاق الحمام وبعده فاطمة بنصف عام. ഈ 4 വരികളിൽ അദ്ദേഹം പറയുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ മക്കളെ സംബന്ധിച്ചാണ്. വവുൽദുഹു മിൻഹ, ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കൾ ഉണ്ടായിട്ടുള്ളത്. ആരൊഴികെ? ഖലാ ഇബ്രാഹിം, ഇബ്രാഹിം ഒഴികെ. ഇബ്രാഹിം ആരിൽ നിന്നുണ്ടായതാണ്? മാരിയ അൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. അവരാരാണ്? ഈജിപ്തിലെ രാജാവായ അൽ മുഖൗഖിസ്. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി കൊടുത്ത അടിമ സ്ത്രീയാണ് ആര്? മാരിയ അൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ഗണത്തിൽ ഉൾപ്പെടുകയില്ല, കാരണം ഭാര്യയല്ല. വഅസ്വാജുഹു ഉമ്മഹാത്തുഹും എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. എന്നാൽ മാരിയ അൽ ഖിബ്തിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ സ്ത്രീയാണ്. അവരിലുണ്ടായ കുഞ്ഞാണ് ആര്? ഇബ്രാഹിം. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുലിദ ലി അല്ലൈലത ഗുലാമുൻ ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം. ഇബ്രാഹിം ജനിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് രാത്രി എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, ഞാൻ അവന് പേരിട്ടു ബിസ്മി അബി, എൻ്റെ പിതാവിന്റെ പേരാണ് ഞാൻ ഇട്ടത്. ആരാണത്? ഇബ്രാഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത് ആരിലേക്കാണ്? നമ്മൾ പറഞ്ഞിരുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്കാണ്. എൻ്റെ പിതാവായ ഇബ്രാഹിം എന്ന പേരാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് നൽകിയിട്ടുള്ളത് എന്ന്. പക്ഷേ ഇബ്രാഹിം അധികകാലം ജീവിച്ചിരുന്നില്ല. കുഞ്ഞ് ആയിരിക്കെ തന്നെ
അവർ മരണപ്പെട്ടു എന്നാണ്. അപ്പൊ ഇബ്രാഹിം ഒഴികെയുള്ള ബാക്കി മക്കളെല്ലാം ആരിൽ നിന്നുള്ളവരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം മക്കളെ എണ്ണാണ്. ഈ കവിതയിൽ വരികളിൽ മക്കൾ ഓരോ പേരെണ്ണാണ്. ഫൽ അവ്വലുൽ ഖാസിം, മക്കളിൽ ഒന്നാമൻ ആരാണ്? അൽ ഖാസിം. ആ കുട്ടിയുടെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്ത് വിളിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുനിയത്ത് എന്താണ്? അബുൽ ഖാസിം എന്ന കുനിയത്തിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഹാദ തക്രീം, അൽ ഖാസിം ഒന്നാമനായ കുഞ്ഞായതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ആദരവും ബഹുമാനവുമെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണത്? ഒന്നാമത്തെ കുഞ്ഞായതുകൊണ്ട് തന്നെ ആ തൻ്റെ പേരിലാണ് ഖൈറുൽ ബഷറായിട്ടുള്ള, അഫ്ളലുൽ ബഷറായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തസമ്മു ബിസ്മി വലാ തകന്നു ബികുനിയതി, നിങ്ങൾ എൻ്റെ പേരിട്ടുള്ളൂ, എൻ്റെ കുനിയത്ത് നിങ്ങൾ ഇടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എൻ്റെ പേര് നിങ്ങൾ ഇട്ടോളൂ, പക്ഷെ എൻ്റെ കുനിയത്ത് നിങ്ങൾ സ്വീകരിക്കരുത്. പണ്ഡിതന്മാർക്ക് ഈ ഹദീസിന്റെ വിഷയത്തിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഹദീസ് പറയാനൊരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ പിറകുന്ന ഒരാൾ അബുൽ ഖാസിം എന്ന് വിളിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നബിയെ താങ്കളല്ല വിളിച്ചത്, വേറെ ആളെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എൻ്റെ പേരിട്ടുള്ളൂ, പക്ഷെ എൻ്റെ കുനിയത്ത് പറയരുത്, സ്വീകരിക്കരുത് എന്ന്. അവിടെ പണ്ഡിതന്മാർ പറയുന്നു ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രം ബാധകമായ വിലക്കാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു അല്ല, അത് വഫാത്തിന് ശേഷവും ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഈ കുനിയത്തിൽ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരും ഹദീസുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അബുൽ ഖാസിം എന്ന പേരിൽ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ പണ്ഡിത ലോകത്ത് പേരുകേട്ട പണ്ഡിതന്മാർ തന്നെയുണ്ട്. കാരണം അവർക്കെല്ലാം അതിന് ന്യായീകരണമുണ്ട്. ഈ നിലക്ക് ഹദീസിന്റെ വിലക്ക് അതിൽ പെടൂല എന്ന വിശദീകരണത്തിലാണ് അവർ ആ രീതിയിൽ പേരുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മക്കളെ എണ്ണിക്കൊണ്ട് പറയുന്നു, വസൈനബുൻ റുഖയ്യത്തുൻ വഫാത്തിമ വഉമ്മു കുൽസൂമിൻ ലഹുന്ന ഖാതിമ. ഈ പറഞ്ഞ വരികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 പെൺമക്കളുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ്? സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം. ഇവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന് മുമ്പ് തന്നെ ജനിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്ത് കിട്ടി ശേഷം ഇവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും മുസ്ലിമീങ്ങളാവുകയും ഇസ്ലാം സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺമക്കളെല്ലാവരും തന്നെ. ശേഷം അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നു, വത്തയ്യിബു താഹിറു അബ്ദുള്ള, തയ്യിബും താഹിറുമായിട്ടുള്ള അബ്ദുള്ള, വിശിഷ്ടനും പരിശുദ്ധനുമായിട്ടുള്ള താഹിറുമായിട്ടുള്ള അബ്ദുള്ള. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുള്ള എന്ന ആൺകുഞ്ഞിന്റെ 2 വിശേഷണങ്ങളാണ്. അല്ലാതെ തയ്യിബ് വേറെ താഹിർ വേറെ അബ്ദുള്ള വേറെ ഇങ്ങനെ 3 കുട്ടികളുടെ പേരല്ല. അങ്ങനെയും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് എന്താണ്? താഹിറു തയ്യിബ് അബ്ദുള്ള, അബ്ദുള്ള എന്ന കുട്ടിയുടെ വിശേഷണമായി പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളാണ്. അബ്ദുള്ള എങ്ങനെയുള്ളവനാണ്? താഹിറാണ്, തയ്യിബുമായിട്ടുള്ള വ്യക്തിയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ, അവരുടെ മക്കളുടെ എണ്ണം എത്രയാണ്? 7 മക്കളാണ്. അതിൽ 3 പെൺമക്കളും 3 ആൺമക്കളും 4 പെൺമക്കളുമാണ്. ആരൊക്കെയാണത്? അൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസും. അതിലേറ്റവും വലിയവൻ, മക്കളിൽ ഏറ്റവും വലിയവൻ ആരാണ്? ഖാസിമാണ്. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. പിന്നെ ആരാണ്? ഖാസിമിന് ശേഷം സൈനബാണ് റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ആരാണ്? അബുൽ ആസ് ഇബ്നു റബീഅ എന്ന സഹാബിയാണ്. വിവാഹം നടന്നത് നബുവത്തിന് മുമ്പ് തന്നെ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ആസ് ഇബ്നു റബീഅ എന്ന വ്യക്തിക്ക്, സഹാബിക്ക് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു.
അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അദ്ദേഹം ആരാണ്? ഖദീജയുടെ റളിയല്ലാഹു അൻഹ സഹോദരിയുടെ മകനാണ്. അതായത് നമ്മൾ ഇന്ന് കസിൻസ് എന്ന് പറയുന്ന പോലെ സൈനബിന്റെ കസിൻ ബ്രദറാണ് ആര്? അബുൽ ആസ്, ഭർത്താവായ അബുൽ ആസ് ഇബ്നു റബിയ. കസിൻ സിസ്റ്ററും ബ്രദറും എന്നവർ തമ്മിൽ മഹറമിയത്തില്ല. വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ അന്യ സ്ത്രീയുടെ മുന്നിൽ പാലിക്കപ്പെടേണ്ട, അന്യ പുരുഷന്റെ മുന്നിൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം അവരുടെ മുന്നിലും പാലിക്കപ്പെടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ് അബുൽ ആസ്. നബുവത്തിന് മുമ്പ് തന്നെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വൈകിയിട്ടുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സൈനബിന്റെ ഭർത്താവ് തടവിലാക്കപ്പെട്ടു. സൈനബ് റളിയല്ലാഹു അൻഹ ഒരു മാലയുമായി, ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ അവർക്ക് നൽകിയ ഒരു മാലയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്തിനു വേണ്ടി? ഇതെടുത്തിട്ട് എൻ്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അത് വെച്ചു കൊടുത്തു. ഉപ്പാന്റെ മുന്നിലാണ്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സ് വേദനിച്ചു. മാല കണ്ടപ്പോൾ ആര് ഓർമ്മ വന്നു? ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർമ്മ വന്നു. മനസ്സ് പ്രയാസായി അബുൽ ആസ് എന്ന വ്യക്തിയെ, സൈനബിന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം അത് ആര് ഇസ്ലാം സ്വീകരിക്കുന്നു? അബുൽ ആസ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു മുസ്ലിം ആവുകയാണ്. മുസ്ലിം ആയതിനു ശേഷം പിന്നീട് ഒരു പുതിയ നിക്കാഹിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചിട്ടുള്ളത്. ആ പഴയ നിക്കാഹിൽ തന്നെ, അഥവാ അധിക കാലമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിക്കാഹിൽ തന്നെ അബുൽ ആസ് റളിയല്ലാഹു അൻഹയെ സൈനബിന്റെ ഭർത്താവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയാണ്. പിന്നീട് സൈനബ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? റുഖിയല്ല. ആരാണ്? റുഖയ്യ. നാട്ടിൽ റുഖിയ എന്ന് പറയാം, പക്ഷെ അത് ശരിയല്ല. റുഖയ്യ അങ്ങനെയാണ് പേര്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തത് ആർക്കാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത് റുഖയ്യയെ. ബദർ യുദ്ധത്തിന്റെ സമയത്താണ് റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അവർക്ക് രോഗം ബാധിച്ചു. എത്രത്തോളം? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തന്നെ കഴിയാൻ വേണ്ടി പറഞ്ഞു. ആരെ നോക്കാൻ വേണ്ടി? ഭാര്യയെ നോക്കാൻ വേണ്ടി. പിന്നെ ആരാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഭർത്താവ് ആരാണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അലി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകൻ, പിതൃവിന്റെ മകൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണം. അത്രയും ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മകൾ ഫാത്തിമയെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഇരുവരുടെയും മാതാവ്. അലി റളിയല്ലാഹു അൻഹുവിന് മുമ്പ് ഫാത്തിമയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ആര് വന്നിരുന്നു? അബൂബക്കറും ഉമറും വന്നിരുന്നു റളിയല്ലാഹു അൻഹുമ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്തത് ആർക്കാണ്? അലി റളിയല്ലാഹു അൻഹുവിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളിൽ ഏറ്റവും ചെറുപ്രായക്കാരൻ ആരാണ്? ഏറ്റവും ചെറുതാരാണ്? ഇബ്രാഹിമാണ്. ആരാണ്? പെൺമക്കളല്ല, മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളിൽ ഏറ്റവും ചെറുത് ഇബ്രാഹിമാണ്. മദീനയിലാണ് ഇബ്രാഹിം ജനിച്ചിട്ടുള്ളത് റളിയല്ലാഹു അൻഹു. എന്നാൽ പെൺമക്കളിൽ ഏറ്റവും ചെറുതാരാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ കവിതയിൽ എണ്ണിയിട്ടുള്ളത് എങ്ങനെയാണ്? വസൈനബുൻ വറുഖയ്യത്തുൻ വഫാത്തിമ വഉമ്മു കുൽസൂമിൻ ലഹുന്ന ഖാതിമ. ഉമ്മു കുൽസൂമാണ് പെൺമക്കളിൽ അവസാനത്തെയാൾ എന്നാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതാണ്. എന്നാൽ മറിച്ച് അഭിപ്രായമുണ്ട്, ഫാത്തിമയാണ് ഏറ്റവും ചെറുത് റളിയല്ലാഹു അൻഹ എന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ
ആ നിലക്ക് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ നിലക്ക് രണ്ട് അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്ത് കാണാം. ഫാത്തിമയാണോ ഉമ്മു കുൽസുമാണോ ഏറ്റവും ചെറുത് എന്നുള്ളത് റളിയല്ലാഹു അൻഹുമ. അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വൽ മുത്തഫഖു അലൈഹി മിൻ ഔലാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ ആരൊക്കെയാണ്? ഖാസിമാണ്. വബിഹി കാന യുകന്ന, ആ ഖാസിമിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിയത്തിൽ അറിയപ്പെട്ടത്. മാത സഗീറൻ ഖബ്ല അൽ മബ്അസി ഔ ബഅദഹു, നബുവത്തിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ നബുവത്തിന് തൊട്ടു ശേഷം ചെറുപ്രായത്തിൽ തന്നെ ഖാസിം മരണപ്പെട്ടു. വബനാതുഹുൽ അർബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ 4 ആണ്. സൈനബ്, സുമ്മ റുഖയ്യ, സുമ്മ ഉമ്മു കുൽസും, സുമ്മ ഫാത്തിമ. ഇതാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ എണ്ണിയ തർത്തീബ്. ഉമ്മു കുൽസും കഴിഞ്ഞിട്ടാണ് ഫാത്തിമ. വഖീല, എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയും അഭിപ്രായമുണ്ട്, ഉമ്മു കുൽസും അസ്ഗറു മിൻ ഫാത്തിമ, ഫാത്തിമയേക്കാൾ പ്രായം കുറഞ്ഞവരാണ് ഉമ്മു കുൽസും എന്നും അഭിപ്രായം കാണാം. അല്ലാഹു അലം. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, അവരെ വിവാഹം ചെയ്തത് ആരാണ്? റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു കുൽസൂമിനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെട്ടത്? ദുൻ നൂറൈൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഉള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുൻ നൂറൈൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു, വല യുറഫു ഫി താരീഖിൽ ബശരിയ്യതി അന്ന റജുലൻ തസവ്വജ ഇബ്നതൈ നബിയ്യിൻ ഇല്ലാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ ഉസ്മാൻ അല്ലാതെ ഒരു നബിയുടെ 2 മക്കളെ വിവാഹം ചെയ്ത മറ്റൊരാൾ ഉള്ളതായി അറിയപ്പെട്ടിട്ടില്ല എന്നാണ്. അത് വലിയൊരു നേട്ടമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകളിൽ പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ഒരു ശ്രേഷ്ഠതയാണെന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. അടുത്ത വരികൾ, വൽകുല്ലു ഫി ഹയാതിഹി ദാഖുൽ ഹിമാം വബഅദഹു ഫാത്തിമ ബിനിസ്ഫി ആം, എല്ലാവരും മക്കളിലെല്ലാവരും ഫി ഹയാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ ദാഖുൽ ഹിമാം, മരണം രുചിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ അവിടുത്തെ ജീവിതകാലത്ത് തന്നെ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. ആരൊഴികെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ. വബഅദഹു ഫാത്തിമ ബിനിസ്ഫി ആം, ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ്. വബഅദഹു, അവിടുത്തെ ശേഷം, അവിടുത്തെ മരണത്തിന് ശേഷം ഫാത്തിമ ബിനിസ്ഫി ആം, എത്ര കാലം കഴിഞ്ഞിട്ട്? അരക്കൊല്ലം എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. മക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. അവരിൽ നേരത്തെ മരണപ്പെട്ടവരുണ്ട്, കുഞ്ഞായിരിക്കെ ചെറിയ മുലകുടി പ്രായത്തിൽ തന്നെ മരണപ്പെട്ട മക്കളുണ്ട്. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണശേഷം 6 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. അത് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന ഫാത്തിമ ആഷത് ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 അശ്ഹുർ, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം എത്ര കാലം ജീവിച്ചു? 6 അശ്ഹുർ, 6 മാസം ജീവിച്ചു എന്നാണ്. മരണപ്പെടുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രായം എത്രയായിരുന്നു? 30ന്റെ ഉള്ളിലായിരുന്നു. 24, 25 27 അഭിപ്രായമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 30ന്റെ ഉള്ളിൽ പ്രായമാണ് ആർക്കുണ്ടായിരുന്നത്? ഫാത്തിമ റളിയല്ലാഹു അൻഹക്കുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അഖ്ബലത് ഫാത്തിമ തംഷി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്തുണ്ടായ സംഭവമാണ്, മരണകാല സമയത്തുണ്ടായ ആ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നടന്നു വരുന്നു. അവരുടെ നടത്തം ആരെ പോലെ ഉണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന പോലെ തന്നെയാണ് അവർ നടന്നു വരുന്നത്, ഒരേ നടത്തം പോലെയുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ വന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിൽ പറഞ്ഞു, മർഹബൻ ബിബ്നതി, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതു ഭാഗത്ത് ഇരുത്തി എന്നാണ്. സുമ്മ അസറ ഇലൈഹ ഹദീസൻ, എന്നിട്ട് ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഫബക്കത്, അത് കേട്ടപ്പോൾ ഫാത്തിമ കരഞ്ഞു. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ കരയുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്?
ثم أسر إليها حديثا فضحكت. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. അത് കേട്ടപ്പോൾ ഫാത്തിമ ചിരിച്ചു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തു കൽയൗമി ഫറഹൻ അഖ്റബു മിൻ ഹുസ്നിൻ. സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്ന ഇതുപോലൊരു ദിവസം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഫസഅൽതുഹാ അമ്മാ ഖാൽ. ഫാത്തിമയോട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം ഞാൻ പുറത്തുവിടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം വീണ്ടും ഞാൻ ആരോട് ചോദിച്ചു? ഫാത്തിമയോട് ചോദിച്ചു, എന്തായിരുന്നു ആ രഹസ്യം എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു തന്നു. എന്താണ്? ആദ്യം രഹസ്യം പറഞ്ഞത് എന്താണ്? ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നു. ജിബ്രീൽ എല്ലാ വർഷവും ഒരു തവണയാണ് ഖുർആൻ മുഴുവനായും ഓതി മുറാജ നടത്താറുള്ളത്. എന്നാൽ ഈ വർഷം ഇതാ 2 തവണ ജിബ്രീൽ അത് ചെയ്തിരിക്കുന്നു. ഞാനത് മനസ്സിലാക്കുന്നത് എൻ്റെ മരണം അടുത്തിട്ടുണ്ട്, എൻ്റെ ആയുസ് തീരാറായിട്ടുണ്ട് എന്ന സൂചനയാണ് എന്നതാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യമായി ഒരുമിച്ച് ചേരുന്നത് നീയായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ആര് കരഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ രഹസ്യം പറഞ്ഞത്, അമാ തർളൈൻ, നിനക്ക് സന്തോഷമില്ലേ, നിനക്ക് തൃപ്തിയല്ലേ? ഏത് കാര്യം? അൻ തകൂനി സയ്യിദത അഹ്ലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവായി മാറാൻ നിനക്ക് സന്തോഷമില്ലേ? ഈ വിശ്വാസിനികളായ സ്ത്രീകളുടെ നേതാവാകാൻ നിനക്ക് തൃപ്തിയല്ലേ, സന്തോഷമല്ലേ? ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു എന്നാണ്. ഇതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരമക്കൾ ഉണ്ടായിട്ടുള്ളത് ആരിൽ നിന്ന് മാത്രമാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മാത്രമാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര നിലനിന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ മാത്രമാണ്. ഹസൻ ഹുസൈനിലൂടെ, പിന്നീട് അവരുടെ സന്താനങ്ങളിലൂടെ. നബി കുടുംബം ആയിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കുടുംബ പരമ്പരയിലേക്കാണ്. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ അടുത്ത മജ്ലിസിൽ സംസാരിക്കാവുന്നതാണ്. വഹദാ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് وعلى آله وأصحابه ومن سن بسنته إلى يوم الدين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.